2 വർഷം എടുത്തു ഒരു നേരെ കൺസിസ്റ്റന്റ് ആയിട്ട് ബോൾ നേരെ എറിയാൻ തന്നെ 2 വർഷം എടുത്തിരുന്നു. അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന കാര്യം എല്ലാവരും ക്രിക്കറ്റ് കളിക്കണം. സച്ചിൻ, സൗരവ് ഗാംഗുലി, രാഹുൽ ദ്രാവിഡ്, അനിൽ കുംബ്ലെ, ജവഗൽ ശ്രീനാഥ് ഇനീഷ്യലി. Meet my guest. The first Malayali to represent India in Test and ODI cricket. No points for guessing here. Yes, it's Tino Yohannan. Welcome to Meet My Guest, sir. Thank you. So you started your career in 2001 playing for India and first over lane, first wicket down. So how would you memorize that? See, it's still when I look back, it's kind of living a dream. അപ്പോൾ ഒരു സ്വപ്ന ലോകത്തിൽ നടന്ന ഒരു കാര്യം പോലെയാണ് ഇപ്പോഴും ആ ഒരു ഓർമ്മ നിറഞ്ഞു നിൽക്കുന്നത്. ബിക്കോസ് റൈറ്റ് ഫ്രം ദ ഡേ പന്ത് എടുത്ത് കയ്യിൽ പിടിച്ച അന്ന് മുതൽ ഇന്ത്യക്ക് കളിക്കണമെന്നാണ് ആഗ്രഹിച്ചത്. സോ എങ്ങനെ കളിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. അത് എന്താ വെച്ചാൽ കേരളത്തിൽ നിന്ന് ആരും കളിച്ചിട്ടില്ല, ചുറ്റും വലിയ മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള എൻകറേജിംഗ് ആയിട്ടുള്ള വേർഡ്സ് കേൾക്കുന്നില്ല. നോ വൺ ഹസ് പ്ലേഡ്, നോ വൺ ഹസ് റീച്ച്ഡ് ദാറ്റ്. സോ ബട്ട് ഐ സംഹൗ ബിലീവ് ദാറ്റ് ഐ ക്യാൻ play there one day, maybe because of my dad's background, and he was an international. So ആ ഒരു ഫുഡ് സ്റ്റെപ്സ് ഫോളോ ചെയ്യാനായിട്ടുള്ള ആഗ്രഹം വളരെ ചെറുപ്പത്തിൽ മുതൽ തന്നെ it was embedded in us. അപ്പം അതുകൊണ്ട് aiming or seeing that Indian cap was not difficult for me. So അത് അവിടെ എത്തിയപ്പോൾ it was definitely a dream come true and a dream debut, getting wicket in the 4th ball. And so I was in a kind of a zone of myself, relaxed and comfortable with myself. So athlete ആയിരുന്നു sir, പിന്നെ അത് കഴിഞ്ഞിട്ട് you kind of shifted it to cricket. So ആ ഷിഫ്റ്റ് എങ്ങനെയാണ് ആക്ച്വലി ഹാപ്പൻ ചെയ്തത്? See, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്റർനാഷണൽ ലെവലിൽ ഒരു സ്പോർട്സ് മാൻ ആവണമെന്നുള്ള ആഗ്രഹമായിരുന്നു വളരെ ചെറുപ്പത്തിൽ മുതൽ തന്നെ. സ്പോർട്സ് ആയിരുന്നു ഞങ്ങളുടെ ഫാമിലിയുടെ ഒരു റണ്ണിങ് ഫോഴ്സ് ഓഫ് ദ ബ്ലഡ് ഇൻ ദ വെയിൻസ് എന്ന് പറയുന്നത് സ്പോർട്സ് തന്നെയായിരുന്നു ഓൾ ദ ടൈം. സോ ആ ഒരു ഭാഗത്തിലേക്കാണ് കരിയറും തിരഞ്ഞെടുക്കാൻ ആഗ്രഹിച്ചത്. സോ ഫസ്റ്റ് അത്ലറ്റിക്സ്, ബട്ട് ദെൻ I found out that athletics is not that easy. Then so cricket took over. Okay, but I believed in that ability of mine to bowl fast. Okay. അങ്ങനെ ഒരു എബിലിറ്റി എൻ്റെ ഉണ്ടെന്നും അതിൽ വിശ്വസിക്കാനായിട്ടുള്ള ഒരു കഴിവ് എനിക്കുണ്ടായിരുന്നു. I think to start with, to trust in that ability to run in and bowl fast. I didn't know anything about cricket then. All I knew was run in fast and bowl as fast as possible. So അതിൻ്റെ ആ ഒരു കഴിവിലേക്ക് എനിക്ക് തന്നെ ഒരു വിളി ഉണ്ടായിരുന്നു. I had a calling inside me towards that ability, to go behind that ability, and there's something waiting, if you go behind it. അങ്ങനെ ഒരു വിളി, ഒരു ഉൾവിളി അതിൽ നിന്നുണ്ടായിരുന്നു. So I started following that calling. I looked out for centers where I can go and practice, train, learn more, and that's when it all started. Yeah. Was there anybody who kind of inspired you? Because our age, inspiration, motivation, it's all important. So was there anybody in particular, coach or anything, who told you that okay, cricket is your thing? Angane arengilum? See, എൻ്റെ ബ്രദറുണ്ട്, എൽഡർ ബ്രദറാണ്. ഈസ് 2.5 years elder than me. സോ ബ്രദറിൻ്റെ കൂടെയാണ് ആദ്യം കളിച്ച് തുടങ്ങുന്നത്. ദെൻ ഓഫ് കോഴ്സ് ടെന്നീസ് ബോൾ ക്രിക്കറ്റ് ഇസ് വാട്ട് വി സ്ട്രൈവ്. എവറി ക്രിക്കറ്റർ കളിയുടെ ആദ്യ പാഠങ്ങൾ കിട്ടുന്നത് ടെന്നീസ് ബോൾ ക്രിക്കറ്റിലൂടെയാണ്. അപ്പോൾ ടെന്നീസ് ബോൾ ക്രിക്കറ്റിൽ പാടത്തിലും മൈതാനത്തിലൊക്കെ പോയി കളിച്ച് ക്രിക്കറ്റ് വാസ് ഓൾവേസ് വിത്ത് അസ്. അപ്പം അന്നും ഈ കഴിവ് മനസ്സിലാക്കിയിരുന്നു, എറിയാനായിട്ടുള്ളൊരു കഴിവ്. ബട്ട് ദെൻ സ്കൂൾ ക്രിക്കറ്റിലേക്ക് കയറി. 11th and 12th സ്കൂളിനെ റെപ്രസെന്റ് ചെയ്തു. അങ്ങനെ ഒരു സ്വാൻഡൻസ് ക്രിക്കറ്റ് ക്ലബ്ബ്, എറണാകുളത്ത് വൺ ഓഫ് ദ മോസ്റ്റ് പ്രോമിനന്റ് ക്രിക്കറ്റ് ക്ലബ്, സ്വാൻഡൻ ക്രിക്കറ്റ് ക്ലബ് നടത്തുന്ന ടൂർണമെന്റിൽ കളിക്കാൻ ഒരു ഭാഗ്യം കിട്ടി സ്കൂളിന് വേണ്ടിയിട്ട്. അവിടെ നല്ലതായിട്ട് പെർഫോം ചെയ്യാൻ കഴിഞ്ഞു. അപ്പോൾ സ്വാൻഡൻസിലെ സാറ് NS കൃഷ്ണൻ സാറ്, സോ ഹി വാസ് ദ പേഴ്സൺ ഹു സ്പോട്ടഡ് മീ. ഓക്കെ, സോ സാറ് ക്ലബിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. സോ ദാറ്റ് ഇറ്റ് സെൽഫ് ഇസ് ഇൻസ്പിറേഷൻ. ദ ബിഗസ്റ്റ് ക്ലബ്സ്
in the city inviting you to come and join them. So that belief started growing slowly. Something is there. അപ്പോൾ അവിടെ നിന്നാണ് തുടങ്ങുന്നത്. NS കൃഷ്ണൻ സാർ തീർച്ചയായിട്ടും ഒരു മോട്ടിവേഷൻ ആയിരുന്നു. Then I used to like the West Indian bowlers. Okay. West Indian, Courtney Walsh, Curtly Ambrose, Malcolm Marshall. All their style എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. Because they were very smooth and very, athletic. Yeah. It suited my kind of nature and style. So അവരെ ഒരുപാട് ഫോളോ ചെയ്യാറുണ്ടായിരുന്നു. And then you came to MRF for the coaching where you kind of learned the technique and actually എന്താണെന്ന് മനസ്സിലാക്കി. So how was experience there? MRF ആണ് ആ ബ്രേക്ക് ത്രൂ എനിക്ക് കിട്ടിയത്. That stepping stone, if you want to say something that you need to push you or further. അത് MRF-ൽ നിന്നാണ് എനിക്ക് ലഭിച്ചത്. It was kind of a ഒരു കോയിൻസിഡൻസ് പോലെയാണ് അവിടെ വന്നത്. 1996 വേൾഡ് കപ്പിൽ TV-യിൽ MRF പേസ് ഫൗണ്ടേഷനെ പറ്റി ഒരു ഡോക്യുമെന്റ് വേൾഡ് കപ്പിന്റെ ഇടയ്ക്ക് അവർ കാണിച്ചിരുന്നു. ജസ്റ്റ് about 5 minutes in the lunch break they showed some clippings of MRF Pace Foundation. So that's when I got the desire inside, എന്തെങ്കിലും അങ്ങോട്ടൊന്ന് പോകണം, MRF-ൽ ഒന്ന് പോകണം, just to test myself, how good I am. സെലക്ഷൻ കിട്ടുമെന്നൊന്ന് വിചാരിച്ചിട്ടല്ല. So I told my father, 12th കഴിഞ്ഞിരിക്കുന്ന സമയമാണ്, എൻട്രൻസ് ഒക്കെ കൊടുത്ത്, എൻട്രൻസിലൊന്നും വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. സോ ക്രിക്കറ്റ് തന്നെ ആയിരുന്നു മനസ്സിൽ ആഗ്രഹം. സോ I told my father, ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ കിട്ടാൻ മേടിക്കാൻ പറ്റുമോ? So straight away he took me to Manorama office. മാത്യു സാറിനെ കണ്ടു. സാറ് അവിടെ ഒരു ട്രയല് പോകാനായിട്ടുള്ള അവസരം കാണിച്ച് എനിക്ക് തന്നു. ദെൻ ഫസ്റ്റ് ഡേ ജൂൺ മാസത്തിൽ അവിടെ പോയി. ഫസ്റ്റ് ട്രയൽസ് കൊടുത്തു തന്നെ അവിടെ സെലക്ഷൻ കിട്ടി. എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാലും ഐ എം നോട്ട് വെരി ഷുവർ അബൌട്ട് ദാറ്റ്. ബട്ട് ദേ ടോൾഡ് മീ ഡോണ്ട് ഗോ ബാക്ക് ഹോം, യു ഗോയിങ് ടു സ്റ്റേ ഹിയർ. അത് കഴിഞ്ഞിട്ട് 8 മാസം കഴിഞ്ഞിട്ടാണ് തിരിച്ച് വീട്ടിൽ വരുന്നത്. സോ next 6 years I was in MRF Pace Foundation. Okay. And I learned all my cricket there. So കരിയറിന്റെ വഴിത്തിരിവ് എന്ന് പറയുമ്പോൾ MRF Pace Foundation തന്നെയായിരുന്നു. അവിടെ ചെന്നാണ് ഞാൻ ബോളിംഗ് എന്താണെന്നുള്ളത് പഠിക്കുന്നത്. So how the mindset of a bowler, the physique of a bowler, എങ്ങനെയാണ് ഫിറ്റ്നസ് രീതിയിൽ എന്താണ് വേണ്ടത്, പിന്നെ ടെക്നിക്കലി എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തുന്നത്. സോ ഐ വാസ് ടോട്ടലി റോ വെൻ ഐ വെന്റ് ദർ. ഐ വാസ് മോർ ദാൻ എ ക്രിക്കറ്റർ, ഐ വാസ് എൻ അത്ലീറ്റ്. ആ അത്ലറ്റിസം കണ്ടായിരിക്കും ചിലപ്പം അവർ സെലക്ട് ചെയ്ത് തന്നെ. സോ അപ്പം എല്ലാം പഠിച്ചത് അവിടെ നിന്നാണ്. 2 വർഷം എടുത്തു ഒരു നേരെ കൺസിസ്റ്റന്റ് ആയിട്ട് ബോൾ നേരെ എറിയാൻ തന്നെ 2 വർഷം എടുത്തിരുന്നു. സോ ഇറ്റ് വാസ് ഹാർഡ് വർക്ക്. But worth it. Yeah, worth it. 4 years I played for the country. 2001 I represented the country. Yeah. So being from Kerala, കാരണം കേരളത്തിനൊരു representation എന്ന് പറഞ്ഞാൽ it's like ഭയങ്കര rare ആണ്. So how difficult was it for you being a Malayali, being from Kerala? How did you make it there? ഡിഫിക്കൽട്ടി എന്ന് പറയുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഡിഫിക്കൽട്ടി തോന്നിയിട്ടില്ല. ബിക്കോസ് നേരത്തെ പറഞ്ഞ പോലെ my mind was set to it. I had a target in mind to reach there. So right from the beginning my mind was set to that target. ഇപ്പം പുറകിലേക്ക് ചിന്തിക്കുകയാണെങ്കിൽ. So I just all I wanted to do is, all I needed to do was walk in that way. ആ വഴിയിൽ നടന്നാൽ ഞാൻ അവിടെ എത്തുമെന്ന് എനിക്ക് അറിയായിരുന്നു. സോ മൈൻഡ് സെറ്റിൽ എനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. വിശ്വാസം എന്നുള്ളത് ഉണ്ടായിരുന്നു അകത്ത്. പക്ഷെ ഹാർഡ് വർക്ക് വാസ് that will be the tough part. Day in day out it's grueling sessions, putting your body to the line, pushing yourself technically improve ആവാനായിട്ട്, and every matchil performance-നായിട്ട്. അപ്പോൾ that was the hard part, but mentally I think I was blessed and with that kind of thinking. Thinking is very important. Any youngsters who want to make it high, I think that mindset is more important than anything. ബാക്കിയെല്ലാം ആ mindset ഉണ്ടെങ്കിൽ അതിന്റെ പുറകിലേക്ക് കാര്യങ്ങൾ വന്നോളും. You are motivated if you have that target in your mind where to reach. But അതില്ലെങ്കിൽ നമ്മളൊരു ദിശയില്ലാതെ വെറുതെ കളിച്ചു പോകുന്ന ഒരു രീതിയിലേക്കായി പോകും. So Sourav Ganguly was your captain then. So you had the opportunity to be with legendary cricketers ആ സമയത്ത്.
സോ അവരുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് എന്തെങ്കിലും ലെസൺസ്, ഫ്യൂ തിങ്സ് ദറ്റ് യു ടുക്ക് ഫ്രം ദം, ഇനി ലൈഫിൽ ഇത് ഫോളോ ചെയ്യണം, അല്ലെങ്കിൽ മേ ബി ഡിസിപ്ലിൻ വാട്ട് എവർ, അങ്ങനെ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ? ഒരുപാട് ഐ തിങ്ക് ദാറ്റ്സ് ദ ബിഗ്ഗസ്റ്റ് ഗിഫ്റ്റ്, അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് ആയിട്ട് ട്രഷർ ചെയ്യുന്ന കാര്യം അതാണ്. ബിക്കോസ് ഐ കുഡ് share the dressing room with these legends. Yeah. There will be legends forever in Indian cricket. No one can take their positions, like name it Sachin, Saurav Ganguly, Rahul Dravid, Anil Kumble, Javagal Srinath initially. Then all my compatriots who I used to play with, Virendra Sehwag, Zahir Khan, Mohammad Kaif, Yuvraj Singh, all of them, I was so fortunate to play with them. അപ്പം ഇവരിൽ നിന്നൊക്കെ പഠിച്ചത്, എസ്പെഷ്യലി ദ സീനിയേഴ്സ് അത് പഠിച്ചത് ഹൗ ടു ബി ഹംബിൾ ഈവൻ വെൻ you are in that limelight, or you have reached that position where no one else has reached. Staying rooted. Staying rooted from where you came from. All of them, most of them came from very humble backgrounds. So they knew where they came from, and they kept a very low profile, especially inside the team. Very approachable, and very comfortable to talk with. No airs about themselves. And it was such a treasured time to learn about the game, and also learn about them, how they reached there, and the struggles that they went through to get there, all that. And that's when we realized that they're all normal people who Human, struggle their way to get there. Most of them, when we see TV, we don't see their what they went through behind. We just see the person in the field, but there's a lot of struggles that they went through to get there. അപ്പോൾ അതൊക്കെ നമ്മൾ തിരിച്ചറിയുമ്പം we know that how satisfying it is to be in that position, and how much price they paid to be there. So sir, 2014 official retirement, and you always wanted to be a coach. And എങ്ങനെയായിരുന്നു 2014 how did you prepare your mind to actually take up ഒരു കോച്ച് എന്നുള്ള റോള് എടുക്കാനായിട്ട്? Preparation of mind takes a longer time. period, It doesn't happen just like that as when you graduate into like take up this new profession as coach. But why coaching എന്ന് ചോദിച്ചാൽ, that's all I know. That's all, and that's the best thing I know about the game, and to impart this knowledge to someone else. Going into a corporate job or a office kind of job, it's I could not imagine it, me sitting in office working all those time, because I'm someone who is more physical, or wants to sweat out on the field, to be in the field. So അങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റി ആയതുകൊണ്ട് coaching came automatically to me. And I started coaching in Chennai. Even I played till 2010 for Kerala. After that I started coaching. So 4 years I coached in Chennai. അത് കഴിഞ്ഞ് കേരളത്തിൽ വന്നിട്ടാണ് റിട്ടയർമെന്റ് കൊടുത്തതേ ഉള്ളൂ. റിട്ടയർമെന്റ് കൊടുത്ത ശേഷം then I started coaching the Kerala team from 2014. But the mindset change is this, mainly that I found out when you play, it's about ourselves. It's always about ourselves, to what I have to do to perform, or what I have to do for the team to win. But when you start coaching, it's never about ourselves. That's the biggest change that we need to have. എപ്പോഴും അത് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ആ സ്റ്റുഡൻറ്റിനെ പ്ലെയർ ആയിരിക്കണം നമ്മുടെ പ്രയോറിറ്റി. സോ ദാറ്റ് മൈൻഡ് സെറ്റ്, ദാറ്റ് ചേഞ്ച് took a bit of time, because I was playing till then, and we always compare. When we see the player, അവൻ അങ്ങനെ ചെയ്യാതെ, ഞാൻ അങ്ങനെ ചെയ്തിരുന്നല്ലോ പണ്ട്, അപ്പൊ ഇവന് അങ്ങനെ ചെയ്തൂടെ എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ that thinking doesn't work in coaching. We should get into the player's heart, his mind, and understand what he's going through, and then start building a relation, influence him, and then start coaching him. That's how it works. So that will take a bit of time. A process. Yes. So there are a lot of youngsters out there wanting to hear you tell എങ്ങനെയാണ്
ക്രിക്കറ്റ് പെർസ്യൂ ചെയ്യുക ലൈക്ക് ഒരു കരിയർ ഓപ്ഷൻ ആയിട്ട് അല്ലെങ്കിൽ ദേ വുഡ് ഓൾ വോണ്ട് ടു റെപ്രസെൻറ്റ് നമ്മളുടെ കൺട്രി അറ്റ് സം പോയിന്റ് ഓഫ് ടൈം ബട്ട് വി ലാക്ക് ദാറ്റ് ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ പല ഫാക്ടേഴ്സും അതിനെ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടാവും. സോ ഫോർ ദോസ് ഹു ആസ്പയർ ടു ബി വൺ എന്താണ് സാറിന് പറയാനുള്ളത്? എന്ത് മെസ്സേജാണ് അല്ലെങ്കിൽ ഹൗ ഡു യു മേക്ക് ഇറ്റ് ടു ദി ടീം ഓർ ഹൗ ഡു യു ഡു ദാറ്റ്? ഞാൻ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന കാര്യം എല്ലാവരും ക്രിക്കറ്റ് കളിക്കണം. എവരി വൺ ഷുഡ് ടേസ്റ്റ് ദ ഗെയിം, at least know what the game is all about and what the game can offer you. എന്തൊക്കെ ഗെയിമിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, എവരി വൺ ഷുഡ് പ്ലേ ദ ഗെയിം. പക്ഷെ ഇത് അപ്പോൾ അവർ ചോയ്സ് എടുക്കേണ്ടത് ഡു യു ഹാവ് ഇറ്റ് ഇൻ യു ടു ഗോ ഹയർ ലെവൽ. സം പോയിന്റ് ഓഫ് ടൈം ഈ പ്ലെയർ ആ ഒരു ചോദ്യം സ്വയമേ ചോദിക്കണം. Okay. Otherwise he or she can keep on playing how much ever they want and enjoy the game, have fun with the game, let it be their hobby. They have to do that. Game is a great teacher ആണ്. You learn a lot from the game. But otherwise when you want to go professionally, ആ ചോദ്യം നമ്മളോട് തന്നെ ചോദിക്കേണ്ട ആവശ്യമുണ്ട്. Is there that inner calling inside you that is attracting you towards that game, that leads you? അല്ലെങ്കിൽ നമുക്ക് ഉറക്കം തരാത്ത രീതിക്ക് ഒരു ചോദ്യം അകത്ത് കിടപ്പുണ്ടോ ഞാൻ കളിക്കാൻ ആയിട്ട്? അങ്ങനെ ആ ഒരു ചോദ്യം നമ്മളോട് തന്നെ ചോദിച്ചാൽ അതിന് ഉത്തരം കണ്ടെത്താൻ കഴിയുകയാണെങ്കിൽ then you have to start the process. Okay, the route നമ്മൾ ആ വഴിയിൽ കൂടെ നടക്കാൻ നമ്മൾ തുടങ്ങണം. ഓക്കെ, ഫസ്റ്റ് തിങ് ഇസ് യു ഹാവ് ടു രജിസ്റ്റർ വിത്ത് എ ക്ലബ്. ഒരു ക്രിക്കറ്റ് ക്ലബ്ബുമായിട്ട് നിങ്ങളുടെ ഡിസ്ട്രിക്റ്റിലോ അല്ലെങ്കിൽ നിങ്ങളുള്ള സ്ഥലത്തിൽ ഒരു ക്ലബ്ബ് അല്ലെങ്കിൽ അക്കാഡമി ആയിട്ട് പോയി രജിസ്റ്റർ ചെയ്യണം. ഓക്കെ, വൺസ് യു രജിസ്റ്റർ ദാറ്റ് യു ആർ ഇൻ ദ റെക്കോർഡ്സ് ഓഫ് ദ അസോസിയേഷൻ. ഓക്കെ, വൺസ് യു കം ഇൻ റെക്കോർഡ്സ് ഓഫ് ഡിസ്ട്രിക്ട് അസോസിയേഷൻ, യു കം ഇൻ റെക്കോർഡ് ഓഫ് ദ സ്റ്റേറ്റ് അസോസിയേഷൻ. ദെൻ യു once you are there in the state association, you are in the BCCI list. Officially you are a registered player. So that is the first step that you have to do. You have to register with a club or an academy. You practice there, you prove yourself in the academy. Adu kayinittu you can represent that club or academy in the tournaments, league matches there at district level. Initially it's school or district level. So ningal avade perform cheyidu thodangiyal you get selected for the state zone level. Avada perform cheyidal then you graduate to the state level. Okay, from state if you think you are playing Ranji trophy, Ranji trophy kalicha avada nallayittu perform cheyidal you get into the zonal, country zonal. So country is divided into 5 zones. South, east, west, north and central. 5 zones. You have 5 zones. You have, so each zone will have a team. Apana Dilip trophy, Diodar trophy nokka matches varunu. You get picked for that. You get perform there. You get picked for India A board presidents level. Another matches varum. And then ultimately you reach the pinnacle of Indian team. So അതൊരു പ്രോസസ്സാണ്, ഒരു ഗ്രാജുവൽ ജേർണി ഉണ്ട്. ആ ജേർണിയുടെ ഇടയിൽ ഹാർഡ് വർക്ക് ഉണ്ട്, ഓരോ കടമ്പകൾ ഉണ്ടാവും, ഇഷ്ടംപോലെ കടമ്പകൾ ഉണ്ടാവും. എല്ലാം കടന്ന് നേരിട്ട് മുന്നിലേക്ക് പോയി ആ ലക്ഷ്യം എത്താൻ കഴിയും. If you believe you will reach there, but the main factor is the mindset. Can we see that target? Can we see that light at the end of the tunnel? അത് നമ്മൾ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും no one can stop you. But before that, important thing is, do you have that calling or that desire inside you to that is calling you to that way. സോ നമ്മൾ കോച്ചിങ് സെൻറ്റേഴ്സ് കേരളത്തിൽ ഉണ്ട്. അപ്പം അത് എങ്ങനെയാണ് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്? അവിടെ നിന്ന് എങ്ങനെയാണ് ഫർദർ ഓൺ നമ്മൾ മൂവ് ചെയ്യേണ്ടത്? നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ഡിസ്ട്രിക്റ്റിലും ക്ലബ്ബുകളുണ്ട്. ജെന്യുവിനായിട്ട് നെറ്റ് ഫെസിലിറ്റി ഉള്ള, പ്രാക്ടീസ് ഫെസിലിറ്റി ഉള്ള, അക്കാഡമി ഉള്ള ക്ലബ്ബുകൾ ഉണ്ടാവും. അപ്പോൾ കൂടുതലും പ്രാക്ടീസ് ഉള്ള ക്ലബ്ബുകളിൽ ചേരുക പോയി. ഓക്കെ, കൂടുതൽ മാച്ചസ് കളിക്കുന്ന ക്ലബ്സ്, നിലവിൽ അവര് ലീഗ് കളിക്കുന്ന ക്ലബ്ബുകൾ, ടൂർണമെന്റ്സ് രജിസ്റ്റർ ചെയ്യുന്ന ക്ലബ്ബുകൾ, ആ ക്ലബ്ബിൽ കളിക്കുകയാണെങ്കിൽ മാച്ചസ് കളിക്കാനുള്ള ചാൻസസ് കൂടുതലുണ്ടാവും. റെഗുലർ പ്രാക്ടീസ് ഉള്ള ക്ലബ്ബിൽ ജോയിൻ ചെയ്യാം. അപ്പം അവിടെ പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള സൗകര്യം കിട്ടും. അപ്പൊ അതൊക്കെ ഒരു സ്റ്റഡി നടത്തിയിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. പിന്നെ നിങ്ങളുടെ സ്കിൽ ഇംപ്രൂവ് ചെയ്യും. ഇപ്പൊ ഈ ക്ലബ്ബ്, കേരളത്തിലെ ക്ലബ്ബുകളൊന്നും എല്ലാ ക്ലബ്ബുകളും കോച്ചസ് ഉണ്ടാവണമെന്നില്ല.
അക്രഡിറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള കോച്ചസ് ഉണ്ടാവണമെന്നില്ല. മിക്ക ക്ലബിലും പഴയ അവിടുത്തെ സ്റ്റുഡൻസ് തന്നെ ആയിരിക്കും ചിലപ്പോൾ കോച്ച് ചെയ്യുന്നത്. അപ്പോൾ അക്രഡിറ്റഡ് കോച്ചസ് വേണമെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ അക്കാഡമികളിൽ പോയി ജോയിൻ ചെയ്യേണ്ടി വരും. അപ്പം നിങ്ങളുടെ ചുറ്റുവട്ടത്തിൽ ഏത് നല്ല അക്കാഡമി ഉള്ളതെന്ന് നോക്കുക, ഐഡന്റിഫൈ ചെയ്യുക. അപ്പം ചില ഡിസ്ട്രിക്റ്റിലൊന്നും അക്കാഡമി തന്നെ ഉണ്ടാവില്ല. കുറെ ഡിസ്ട്രിക്ട് നല്ല അക്കാഡമികൾ കുറവാണ്. സോ യു മേ ഹാവ് ടു ഗോ ടു അനദർ ഡിസ്ട്രിക്ട് ആൻഡ് ഫൈൻഡ് ഔട്ട്. അപ്പോൾ അതാണ് നേരത്തെ പറഞ്ഞ ചലഞ്ചസ് ഉണ്ടാവും മുമ്പിൽ. പക്ഷെ അതിന് നിങ്ങൾക്ക് ഡിസയർ ഉണ്ടെങ്കിൽ അതൊക്കെ മറികടന്ന് നിങ്ങൾ തേടി പോകണം. എവിടെയാണ് സൗകര്യങ്ങളുള്ളത് അതിനായിട്ട് അന്വേഷിച്ച് പോകണം. ഇപ്പോൾ KCAയുടെ അടിയിലുള്ള കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ അടിയിൽ ഫെസിലിറ്റീസ് ഉണ്ട്, അക്കാഡമീസ് ഉണ്ട്. ഓരോ ഡിസ്ട്രിക്റ്റിലും ഒരു അക്കാഡമീസ് ചില ഡിസ്ട്രിക്ട് റൺ ചെയ്യുന്നുണ്ട്. അല്ലാതെ റെസിഡൻഷ്യൽ അക്കാഡമീസ് ഉണ്ട്, 3 അക്കാഡമീസ് ഉണ്ട്, ബോയ്സിനുണ്ട്, ഗേൾസിനുണ്ട്. അതിലൊക്കെ കയറാനായിട്ടുള്ള സാഹചര്യമുണ്ട്. നിങ്ങൾ ട്രയൽസ് കൊടുക്കണം. ട്രയൽസിൽ നിങ്ങൾ നല്ലതാണെങ്കിൽ ഈ കുട്ടികളെ സെലക്ട് ചെയ്യും. അപ്പം അങ്ങനത്തെ ഉള്ള ഫെസിലിറ്റീസും ഉണ്ട്. ഓപ്പർച്യൂണിറ്റീസ് ആർ ദർ, ബട്ട് വി ഹാവ് ടു റീച്ച് ദർ. നമ്മൾ ഈ കൺമുമ്പിൽ എത്തിപ്പെടണം. ആൾക്കാരുടെ കൺമുമ്പിൽ എത്തിപ്പെടേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. I'm sure many youngsters out there would have a lot of takeaways from what we have from the interview that we have had. So I hope you continue to inspire a lot of people, a lot of youngsters who wanted to make it to cricket. All the good wishes for your future, sir. Thank you so much for being there. Thank you so much. Thank you all. Meet my guest.